നമസ്കാരം. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ ഒരു വർഷത്തിലാണ് ഇവരുടെ ഈ ഒരു രാശിയിൽ വ്യാഴം ചാരവശാൽ രാശി മാറുന്നു, ശനി രാശി മാറുന്നു, രാഹു രാശി മാറുന്നു, കേതു രാശി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ മിഥുനം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളും ദോഷങ്ങളും വന്നു ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾ, അതായത് ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അത് മാറുന്നതിന് വേണ്ടി പരിഹാരം എന്നവണ്ണം നമ്മൾ തന്നെ പൂജ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ പലരുടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്കൊരു സഹായം എന്ന വണ്ണമാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പ്രേക്ഷകർ മാത്രമാണ്, അവരുടെ പേരും നക്ഷത്രങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മിഥുനം രാശിക്കാർക്ക് ഈയൊരു രാശി മാറ്റങ്ങൾ, ഈ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ്. അപ്പോൾ ആ സ്വന്തം രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ പല മേഖലകളിൽ നിന്നും ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും അവസാന ഘട്ടത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, അതിനെല്ലാം നിലനിർത്തി സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. കൂടാതെ കുടുംബജീവിതത്തിൽ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പിണക്കങ്ങൾ ഇതെല്ലാം പരിഹരിക്കുവാനും സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു